ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തും. അല്ലേ മനുഷ്യ, ലോകം മുഴുവൻ നേടിയ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നമുക്കിതുവരെ കാണാൻ കഴിയാതെ, അനുഭവിക്കാൻ കഴിയാതെ, കേട്ടുകേൾവി മാത്രമുള്ള അന്തിമവിധിയുടെ ലോകത്തിലെ അല്പനിമിഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ കൊച്ചു ലോകം സ്വർഗവാദി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലുണ്ടോ. ജീവിതകാലത്ത് നിങ്ങൾ ചെയ്ത സകല പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പേര് കാണുന്നില്ലല്ലോ ചേട്ടത്തി. അയ്യോ, ലിസ്റ്റിൽ പേരില്ലേ? അങ്ങനെ അവൻ വഴിയില്ലല്ലോ. ആ കണ്ണട മുദ്രകളൊക്കെ എടുത്തു വെച്ചൊന്ന് നോക്കിയേ. അതേ, കൊച്ചുഗ്രസിയുടെ സംസ്കാരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൂടി കഴിഞ്ഞാലേ ഇവിടെ പേര് വരും. ചേട്ടത്തിയുടെ മോൻ അമേരിക്കയിൽ നിന്നും പോന്നിട്ടേയുള്ളൂ. മോൻ വന്നാലേ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയുള്ളൂ. അത് ശരിയാ. എന്റെ മോൻ ജോസൂട്ടി അങ്ങ് അമേരിക്കയില. അതെന്താ ചേട്ടത്തി മോൻ വരാൻ ഇത്ര താമസിച്ചത്? അതോ, എനിക്ക് അസുഖം വളരെ കൂടുതലായി കിടന്നപ്പോൾ തന്നെ അവനെ അറിയിച്ചതാണ്. പക്ഷേ അവൻ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് പോരാനൊരു പേടി. പേടിയോ? അതെന്തിനാ? ഹോ, അത് പറയാനാണ് ഒത്തിരിയുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് കയറിയില്ലേ? എന്താണ് പുള്ളിയുടെ പേര്? ഹോ, കിട്ടുന്നില്ലല്ലോ. മോളെ, ഈ സ്പീഡിൽ പോകുന്ന വണ്ടികളൊക്കെ സ്പീഡ് കുറയ്ക്കാനായി റോഡിൽ ഈ ഒരു പുതലുണ്ടാക്കി വെക്കില്ലേ? എന്താ അതിന്റെ പേര്? അത് തന്നെ, അത് തന്നെ. അതാണ് ആ പുതിയ പ്രസിഡന്റിന്റെ പേര്. പിന്നെ കൊച്ചിനറിയാൻ പറ്റില്ല. പേരിടുന്ന കാര്യം ഒന്നും പറയാതിരുന്നതാ പേര്. ഇപ്പോ ആരും അർത്ഥവും ഗുണമൊന്നും നോക്കിയല്ല പേരിടുന്നത്. എന്തായാലും അങ്ങനെ എന്തോ ഒരു പേരാണ് ആ പ്രസിഡന്റിന്. എന്നിട്ട് എന്ത് പറ്റി? ആ പ്രസിഡന്റ് പറഞ്ഞേ അമേരിക്കയിൽ മാത്രം മതി, മറ്റു രാജ്യങ്ങൾ ആരും വേണം. അതുകൊണ്ട് മോന് വരാൻ ഒരു പേടി. തിരിച്ചു ചെല്ലുമ്പോൾ കേരളത്തിലെ പറഞ്ഞോ. ഓ, അത് കഷ്ടമായിരുന്നു. ഈ പ്രസിഡന്റിന്റെ മറ്റൊരു അവസ്ഥയായിരുന്നു. മെക്സിക്കോയിൽ നിന്നും
അമേരിക്കയിലേക്ക് വന്ന കുടിയേറ്റക്കാരെ തടയാനായിട്ടേ അതിർത്തികൾ മതിലടക്കോ. എനിക്കതിനായിട്ട് ചിരിയാണോ. മാർപ്പാപ്പ അവരെ പറഞ്ഞില്ലേ, കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും എതിരെ ഇത്രയും കടുത്ത രീതിയിൽ സംസാരിക്കരുത്, അവരോട് കുറച്ചുകൂടി ദയ കാണിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന വിധത്തിലല്ല ഈ സംസാരിക്കുന്നതെന്നല്ല. അതെ, മാർപ്പാപ്പ പറഞ്ഞു, വലിയ വലിയ നേതാക്കൾ പറഞ്ഞു, പ്രതിഷേധകാരികൾ ഒത്തിരി നടന്നു. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന മട്ടിലാണ് പുള്ളിയുടെ പോക്ക്. അല്ല, ഇനിയിപ്പോ വിദേശീയരെ അദ്ദേഹം പുറത്താക്കുമോ? ആർക്കറിയാം. പക്ഷേ ഇന്ത്യക്കാരെ പുറത്താക്കി പ്രസിഡന്റിന് ഒരു പണി കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആണോ? അതെന്ത് പണി? പുറത്താകുന്ന ഇന്ത്യക്കാരെല്ലാം കൂടി മെക്സിക്കോയിൽ പോയി ഒരു കോളേജ് തുടങ്ങി. കോളേജോ? എന്ത് കോളേജ്? മതിൽ ചാടി പഠിപ്പിക്കുന്ന കോളേജ്. നമ്മുടെ ഇന്ത്യയിലെ ജയിലുകളിൽ നിന്നും പണ്ട് മതിൽ ചാടിയിട്ടുള്ള എല്ലാവരെയും വിളിച്ച് അവിടെ പഠിപ്പിക്കാൻ വെക്കും. അല്ല പിന്നെ ഇന്ത്യക്കാരോടാണ് പറഞ്ഞത്. ഒരു അവസരം അടഞ്ഞാൽ 100 അവസരമുണ്ടാകും. അല്ല, എന്നിട്ടിപ്പോ മോൻ എന്താ ഇനി പോകുന്നത്? തിരിച്ചു ചെല്ലാൻ പറ്റുമോ എന്ന് സംശയമൊന്നും മാറിയോ? അതൊന്നും ശരിക്കും അറിയില്ല. ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അധികാരത്തിലെത്തുമ്പോൾ ആരും ഓർക്കാറില്ല എന്ന ധൈര്യമില്ല അവൻ പോന്നിരിക്കുന്നത്. പക്ഷേ അധിക ദിവസമൊന്നും ഇവിടെ തന്നില്ലെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താ? തിരിച്ചു ചെല്ലാൻ വയ്യ. എയർപോർട്ടിൽ നിന്നും ആരും പുറത്തു കിടക്കാതിരിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. പ്രസിഡന്റ് അല്ലേ, എവിടെ മതിൽ കിടക്കണമെന്ന് പുള്ളിക്ക് തീരുമാനിക്കാമോ. എന്തായാലും ചേട്ടത്തിയാണ് ജയിച്ചത്. ലിസ്റ്റിൽ പേര് വരുമ്പോൾ ഞാൻ വിളിക്കാം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ കൊതുകൊക്കെ ഉണ്ടാകുമോ ആവോ. എന്തു പറ്റി? ലിവറിനായിരുന്നു അസുഖം. അറിഞ്ഞു വന്നപ്പോഴേക്കും കരൾ മൊത്തം അരിപ്പ പോലെ. നല്ല അല്ലേ? ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പത്രോസിനെയാണ് അവിടേക്ക് കിടക്കാനുള്ള പാസ്. അദ്ദേഹത്തോട് ചോദിച്ചു. നിരപ്പേൻ മത്തായി മകൻ ഉലഹന്നാൻ അല്ലേ? അതെ, നമസ്കാരം പത്രോസ്ലിഹ. നമസ്കാരം. ഉലഹന്നാൻ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ല ജീവിതമൊന്നും അല്ലായിരുന്നല്ലോ ഉലഹന്നാനെ. അവിടെ നീ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചു. നിന്റെ സുഖ സൗകര്യങ്ങൾക്കും പണത്തിനും ആർഭാടത്തിനുമായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്തു. അത് പിന്നെ ഞാൻ ദൈവം സകല ജീവജാലങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് പ്രകൃതി. അത് സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. അതിനു പകരം നീ എന്താണ് ചെയ്തത്? നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ടിൽ നിന്നും ലോഡ് കണക്കിന് മരങ്ങൾ വെട്ടിയിട്ടു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി പുഴയിൽ നിന്നും ലക്ഷങ്ങളുടെ മണൽ കടന്നു. പ്രകൃതിയെ ആവുന്നത്ര നിരോധിച്ചു. നിനക്കെതിരെ ശബ്ദിച്ചവരെയെല്ലാം നീ ഇല്ലാതാക്കി. കൈക്കൂലി കൊടുത്ത് ഉദ്യോഗസ്ഥരെയെല്ലാം നിന്റെ വരുതിയിലാക്കി. ഇനിയും നീ ചെയ്ത തിന്മ പ്രവൃത്തികളുടെ നീണ്ട ലിസ്റ്റ്. അല്ല പത്രോസ്ലിഹ, ഇനിയിപ്പോ നീ നല്ല കാര്യം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിടെ എനിക്ക് വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ അടുത്ത് നല്ല പിടിപാടുള്ളത് ഇവിടെ ആർക്കാം. ശിക്ഷയൊന്നും കൂടാതെ ഒന്ന് പെട്ടെന്ന് സ്വതന്ത്രല്ല. വേണമെങ്കിൽ കുറച്ച് പണം ഇറക്കാം. അസാധ നോട്ടൊന്നുമല്ല, നല്ല പുത്തൻ നോട്ടുകളാണ്. എല്ലായിടത്തും കൈക്കൂലി കൊടുത്ത് ശീലിച്ചു പോയല്ലേ. ഇവിടെ നോട്ടൊന്നും എടുക്കുകയില്ല. നോട്ട് എടുക്കില്ല. അപ്പോ ഇവിടെ ഡിജിറ്റലായ ദൈവമേ, ആ പ്രധാനമന്ത്രി ഇവിടെയാണ്. മേരെ പ്യാരെ സ്വർഗവാസിയോ
സ്ഥലവും ബാക്കിയില്ലാത്തത് കൊണ്ടാവും ഇവിടെ വന്നത്. അപ്പോ കാട് എടുക്കുമല്ലേ? അതൊന്നുമല്ല. ഇവിടെ അങ്ങനെ കൈക്കൂലി ശുപാർശയും ഒന്നും നടക്കില്ല. ജീവിച്ചിരുന്നപ്പോ നല്ലത് ചെയ്യണമായിരുന്നു. ദാ പത്രോസിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലും. നീ ചെയ്ത നന്മ പ്രവർത്തികൾ നോക്കിയിട്ട് കാര്യമായി ഒന്നും തന്നെ കാണുന്നില്ല. നിന്റെ മക്കളെയും നന്മയിലും വിശ്വാസത്തിലും നീ വളർത്തിയിട്ടില്ല. കുടുംബ പ്രാർത്ഥനകൾക്ക് പോലും നിനക്ക് സമയമില്ലായിരുന്നു. പണം കൊണ്ട് എന്തും സാധിക്കുമെന്ന് അഹങ്കാരമായിരുന്നു നിനക്ക്. ചെയ്തതെല്ലാം തെറ്റാണെന്ന് ഒരിക്കൽ പോലും നിനക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വിധിച്ചിരിക്കുന്നത് നരകമാണ്. അവിടേക്ക് പോയിട്ടുണ്ട്. ഒരു ചെറിയ നെഞ്ചുവേദന പോലെ തോന്നി. എങ്കിൽ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയേക്കാവുന്നതായിരുന്നു. രൂപ കുറച്ചില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെയുള്ള 1-2 ഏരിയയിൽ പോയി നോക്കി. നോ ക്യാഷ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഫെഡറൽ ബാങ്കിന്റെ ATM ചെന്നപ്പോൾ ഒരു നീണ്ട ക്യൂ. ആ ക്യൂവിൽ നിന്നപ്പോൾ ഞാൻ കുഴഞ്ഞു വീണു. അയ്യോ, എന്നിട്ടോ? ഞങ്ങളുടെ വീട് അങ്ങ് എറണാകുളം നഗരത്തിലെ തേവര എന്ന സ്ഥലത്താണ്. മിക്ക സമയത്തും റോഡ് ബ്ലോക്കാണ്. ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും 10 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, അങ്ങനെയാണല്ലേ. ആട്ടെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ 3 പേർ. 2 പേർക്ക് നാട്ടിൽ തന്നെ നല്ല ജോലിയൊക്കെയുണ്ട്. വിവാഹമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു മോൻ അച്ഛനാണ്. സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുന്ന ഒരു നല്ല മിഷണറിയെ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. ഓ, കുരിശുമൂട്ടിൽ റപ്പായി മകൻ ഔസേൻ. ഞാനാണ് ഔസേൻ. ഈശോയുടെ സഹായിയെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഔസേൻ, നീ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതുപോലെയാണ് നീ ജീവിച്ചത്. മറ്റുള്ളവരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും നിന്റെ കൂടെ വിഷമങ്ങളായി. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നീ അവരെ സഹായിച്ചു. എത്രയോ അനാഥരെ നീ സംരക്ഷിച്ചു. ചുറ്റുപാടുമുള്ളവരെ നീ ദൈവത്തെ കാണുന്നു. ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചതിനാൽ നീ സ്വർഗരാജ്യത്തിന് അർഹനാണ്. സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കീഴ്പ്പെടുക. നന്ദി ദൈവമേ, നന്ദി, നന്ദി. എന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലേ പോലെ? ഹോ, എന്തൊരു കഷ്ടമാണ്. എന്തു പറ്റി ഇത്ര ചെറുപ്പത്തിലേക്ക് പോരാ? കാർ ആക്സിഡന്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു. കൺട്രോൾ പോയി ഒരു മരത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചതാ. പ്ലാക്കനാൻകുന്നിൽ പൗലോ മകൻ റോബിൻ. ദേ, പത്രോസിനെ കണ്ടിരുന്നു. ഹായ്, വാട്സ് പത്രോസ്? റോബിൻ, നീ ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സിസ്റ്റം വളരെ സ്ലോ ആണല്ലോ. ഒരു റിലയൻസിയോ എടുക്കാമായിരുന്നില്ലേ? നല്ല സ്പീഡാ. ആ, വന്നല്ലോ നിന്റെ ജീവചരിത്രം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നല്ല എക്സ്പെർട്ടാണ്. നിന്നെയൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ ഇവിടെ കമ്പ്യൂട്ടറിൽ
ഹേ, അതിനൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഒരു മോഷ്ടാവിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യവുമില്ല. മോശമോ? ഇവനോ? കണ്ടിട്ടെന്ന് തോന്നുന്നില്ലല്ലോ. നല്ല മാന്യനെ പോലെ ഇരിക്കുന്നു. കൊച്ചു ത്രേസ്യ, ഇപ്പോഴത്തെ കള്ളന്മാരെയൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് മോഡേൺ കള്ളൻ. ദൈവം ഇവന് നല്ല ബുദ്ധിയും കഴിവുകളും കൊടുത്ത് അനുഗ്രഹിച്ചു. ആ കഴിവുകളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ വഞ്ചിക്കാനും അവരുടെ പണം തട്ടിയെടുക്കുവാനുമായി ഇവൻ വിനിയോഗിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് തെളിച്ചു പറ മോനെ. ഇവന്റെ കമ്പ്യൂട്ടർ വിജ്ഞാനം ഉപയോഗിച്ച് ഇവൻ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫോണിൽ നിന്നും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റും എടുത്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി. എത്രയോ പേരുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടിച്ചു വാങ്ങിയിരിക്കുന്നു. കുറെ ആളുകളുടെ ജീവിതം ഇവ മൂലം തകരാറായി. അതിൽ എത്രയോ പേർ ഇവ മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അമ്പട വീര, കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. വളരെ മാന്യമായി വസ്ത്രധാരണം ചെയ്ത് നല്ല പെരുമാറ്റവും കാഴ്ചവെച്ച് എത്രയോ വീട്ടമ്മമാരെ പറ്റിച്ച് അവരുടെ വസ്തുവകൾ കൈകാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഷോപ്പിംഗ് വന്ന ഒരു സ്ത്രീയുടെ കാർ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടിടാമെന്ന് പറഞ്ഞ് അവരുടെ കാർ അടിച്ചെടുത്തുകൊണ്ട് പാഞ്ഞു പോയ പോക്കാണ് ഇവിടെ എത്തിച്ചത്. റോബിൻ, ദൈവത്തിന്റെ കൽപ്പനകൾ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് നീ ജീവിച്ചത്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് വിഷമിക്കേണ്ട. വേഗം നരകത്തിലേക്ക് പോയി. നരകത്തിലേക്കോ? ഞാനോ? അത് ശരിയാവില്ല. എനിക്ക് അഭിമുഖം. ഞാൻ നരകത്തിലേക്ക് പോവില്ല. എനിക്ക് അഭിമുഖം. പിന്നെ അപ്പിയോട്ട് ഇതെന്താ കലോത്സവമല്ലോ? എത്ര നേരമായി ഞാൻ വന്നിട്ട് എന്റെ പേര് ഇതുവരെ വന്നില്ലേ പോലെ? ഒന്നും കൂടി ഒന്ന് നോക്കിയേ. ആ, വന്നിട്ടുണ്ട്. ആ, നോക്ക് നോക്ക്. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തേക്കുള്ള ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അയ്യോ, അതെന്താ? അതോ കൊച്ചി ത്രേസ്യ ജീവിച്ചിരുന്നപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അസൂയ, വിദ്വേഷം, പരദൂഷണം, ദേഷ്യപ്പെടൽ, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്ത്. അപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ, സ്വർഗത്തിൽ സ്ഥിരമായ ഒരു ഇടം ലഭിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വിലപിക്കണം. ശാന്തി ലഭിക്കാതെ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയും പേര് അന്ധകാലത്തിൽ തപ്പിത്തടയുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിലെ നിത്യസൗഭാഗ്യവും സമാധാനവും അനുഭവിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് മോചനമില്ലേ? മകനെ കൊച്ചു ത്രേസ്യ, എന്റെ ഈശോമിശിഹായേ, ഞാൻ ആരെയാണ് ഈ കാണുന്നത്? എന്റെ ദൈവമേ, കൊച്ചു ത്രേസ്യ, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും നിരന്തരമായ പ്രാർത്ഥനകളും സത്പ്രവൃത്തികളും വഴി നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എന്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കൊടുക്കുക. നന്ദി ദൈവമേ, നന്ദി, നന്ദി ദൈവമേ, നന്ദി.
മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാണ്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചിരിക്കും. ദൈവത്തിന്റെ പ്രതിനിധികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സത്വചനമനുസരിച്ച് നന്മയുടെ പാതയിൽ സഞ്ചരിക്കും. മരണങ്ങളിൽ നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. അവരുടെ പാപമോചനത്തിൽ സ്വർഗ പ്രാർത്ഥിക്കും. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾ with the Jones, Patrostica, Brother Wilson, Malata, Sarah Thomas, Lieutenant, Brother Milby, Austin, Brother Rachel, Robin, Brother Peter, Christoph, Brother Andrew, Satan Mar, Mikhail, John Henry, Ivan Joyce, Malata, Allah, Tessa, Maria, Ria, Jovita, Nagarina, with the Joyce. Shadow Raju, Sunny Garage, recording and mixing, Sri Jiju Anthony, Chami, 37